ഇന്ന് സൺഡേ മൊത്തത്തിലൊന്നങ്ങോട്ട് റീസെറ്റ് ചെയ്യുന്ന ദിവസം. ഈ ഒരു ദിവസത്തെ ക്ലീനിങ് എനിക്ക് ഒരാഴ്ചത്തെ മനസമാധാനത്തിന് തുല്യമാണ്. 1 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞാപ്പി എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ആഴ്ചയിൽ ഒരു ദിവസം മനസ്സ് വെച്ച് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്താൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. അതുകൊണ്ട് ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ്. ഫാനിലെ പൊടി മുതൽ വീടിന്റെ ഓരോ മുക്കും മൂലയും വരെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം വൃത്തിയാക്കി പുതിയൊരു വീക്കിനെ നമ്മൾ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാണ്. വീട് വൃത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മനസമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം കിട്ടുള്ളൂ. എത്ര പെട്ടെന്നാണ് ഈ പൊടിയൊക്കെ വരുന്നതെന്നറിയോ? നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തട്ടുകയാണെന്നുണ്ടെങ്കിലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് വീണ്ടും അതേപോലെ തന്നെ ഇഷ്ടം പോലെ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാനാണെങ്കിൽ കറക്റ്റ് ഈ ആഴ്ചയിൽ തട്ടൽ അങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. ചിലപ്പോൾ അത് 2 ആഴ്ച ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതാണ്, പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഇതൊക്കെ ഈ ഒരു റൂട്ടീൻ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. വീട് വൃത്തിയാക്കുമ്പോൾ മാറുന്നത് വീടിൻ്റെ ഭംഗി മാത്രമല്ല, എന്നെ സംബന്ധിച്ച് അതിൻ്റെ തലവേദനയും കൂടിയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും കൂടി അനങ്ങിയ തലവേദന വരും. ആവശ്യമില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തല പെരുപ്പിച്ചിട്ട് തലവേദന വരുത്തുന്ന ഒരാളാണ് ഞാൻ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അപ്പോൾ വേഗം ചെയ്ത് തീർക്കാൻ നോക്കൂ കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യൽ ഒരു തെറാപ്പിയാണ്. പണികളിന്ന് ഒത്തിരി കിടക്കണോണ്ട് തന്നെ ഞാൻ ക്ലോക്കൊക്കെ ഓഫ് ആക്കിയിട്ടിട്ടുണ്ട്. മറ്റേത് സമയം എങ്ങനെ നമുക്ക് എത്രയായി എന്ന് നോക്കുമ്പോൾ അതിനും തലവേദന വരും. അപ്പോൾ അതൊക്കെ അവിടെ ഓഫ് ആക്കിയിട്ടിട്ടുണ്ട്. ഫുഡും തന്നെ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ടെൻഷൻ വേണ്ടല്ലോ, ഇനിയിപ്പോൾ അതുണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതൊക്കെ കഴിഞ്ഞ് ഒന്നങ്ങോട്ട് ഫ്രഷ് ആയിട്ട് അതൊക്കെ പോയിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇനി ഇവിടെയാണെങ്കിൽ പോലും ഇഷ്ടംപോലെ പൊടിയാണ്. ഈ പൊടിയൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അതായത് അത്രയും പൊടിയാണ് ഇടോ. ഇതൊക്കെ തുടച്ചിട്ടും മതിയാവണില്ല. നമ്മൾ വെള്ളം കൂട്ടിയിട്ടൊന്നും തുടക്കണില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ പൊടികളൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്നെ ഹെൽപ്പാക്കാൻ നിഷു ഉണ്ട്. അപ്പോൾ ഓളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓളും ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പിനെ നോക്കലും ഉറക്കലും ഭക്ഷണം കൊടുക്കലും എല്ലാം ഇന്ന് ഓളുടെ ഡ്യൂട്ടി തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ആൾ എന്നെ ഹെൽപ്പാക്കാൻ വരുന്നത്. കഴിഞ്ഞ വീക്കിലെങ്ങാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോക്കകത്ത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, മോന് ടോയ്സ് ഒന്നും പരത്താറില്ലേ എന്നുള്ളത്. നമ്മൾ അവനധികം അങ്ങനെ ടോയ്സ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. വാങ്ങിച്ചു കൊടുത്ത ടോയ്സ് തന്നെ അവൻ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അവന് നമ്മുടെ കിച്ചണിലുള്ള ചട്ടിയും പാത്രങ്ങളും അതിനോടൊക്കെയാണ് താല്പര്യം. അതൊക്കെ എടുത്തിട്ടാണ് ആൾ കളിക്കൽ. അപ്പോൾ തൽക്കാലം ഇവിടെ പരത്താൻ അങ്ങനെ അധികം ടോയ്സ് ഒന്നുമില്ല. ഉള്ളതന്നെ പരത്തിയിട്ട് ഞാൻ ഇടങ്ങേറായിട്ടുണ്ട്. ഞാൻ എങ്ങനെ പണി തീർക്കണം, പെട്ടെന്ന് തീർക്കണം എന്നാണ് ആലോചിക്കണത്. പക്ഷേ അവൻ ആലോചിക്കണത് എങ്ങനെ എനിക്ക് പണി ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്. സോഫയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെയുള്ള ആ ജനലും കൂടെ തുടച്ചെടുക്കണുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നനച്ച് തുടച്ചെടുക്കണില്ല, ജസ്റ്റ് ആ പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തട്ടിക്കൊട്ടി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ നമ്മൾ സോഫ ഇങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ നല്ലോണം ഉണ്ട് പൊടികളൊക്കെ. കാരണം കയ്യെത്താത്ത സ്ഥലങ്ങളാണല്ലോ. ഇന്നിപ്പം കയ്യെത്തിയേ തീരുള്ളൂ എന്ന് വിചാരിച്ച് എന്തായാലും കയ്യെത്തിക്കണമല്ലോ നമ്മൾ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് എത്രത്തോളം ആഗ്രഹിച്ച് കയറ്റിയ വീടാണെന്ന് നമുക്കും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ നല്ല പൊന്നു പോലെ നോക്കണമല്ലോ. അങ്ങനെ ഹാളിലെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ നമ്മുടെ ഫസ്റ്റത്തെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പൊടികളും ഒക്കെ തട്ടിക്കൊട്ടി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഓരോ റൂം ഒന്നിച്ച് തീർത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അടുത്ത റൂമിലോട്ട്. അതായത് നമുക്ക് കുഞ്ഞാപ്പി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നായിട്ട് പൊടി തട്ടിയിട്ട് അങ്ങനെ ഇടാൻ പറ്റൂല. അപ്പോൾ ഓരോന്നോരോന്ന് റെഡിയാക്കി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആകും. അതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ ഇവിടുത്തെ മാറാലയൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലീനിങ് വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. അത്യാവശ്യം വ്യൂസും കമൻസും ലൈക്കും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എവിടെയോ കിടക്കണ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. അങ്ങനെ ഈ റൂമത്തെ മാറാലൊക്കെ തട്ടി ഫാനിലെ പൊടികളൊക്കെ തട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടിലിൻ്റെ അടിയും ഒക്കെ നമ്മൾ ക്ലീൻ ആക്കണുണ്ട് കേട്ടോ. ഈ കട്ടിലിൻ്റെ അടിയിലായാലും ശരി, അവിടെയും ഇവിടെയൊക്കെ നമുക്കല്ലാത്ത ദിവസങ്ങളിൽ എന്നെക്കൊണ്ട് കഴിയലില്ല, ജസ്റ്റ് അങ്ങോട്ട് ഓടിച്ചിട്ട് പോലുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ സുഖമാണ്, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബാത്റൂമിലോട്ട് ചുടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത്
അതിലത്തെ ലൈക്ക് അണുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നശിച്ച് സെറ്റാവാൻ ഉഷാറാണ്. സോ ചെയ്യാത്തോലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാട്ടോ, അത് വളരെ നല്ലതാണ്. ആ റൂമത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂം കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് നന്നാക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാപ്പിൻ്റെ തൊട്ടിയൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആള് ഉറങ്ങലൊക്കെ ഇവിടെയാണ് കേട്ടോ, അതായത് പകലുറക്കമൊക്കെ. അല്ലാത്തപ്പോഴും ഇവിടെ തന്നെ ഉറങ്ങൽ, അത് വേറെ വിഷയം. അപ്പോൾ ഇവന് ഉറങ്ങണ സമയത്തേക്കാരല്ലോ നമ്മളെ അടിച്ചു വാരലും തുടക്കലൊക്കെ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാൽ എന്തായാലും ഇവന് എണീക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ടച്ചപ്പ് ചെയ്തിട്ട് പോലുള്ളൂ, അതായത് എടുത്തില്ല എന്നുള്ള ലെവൽക്ക് ഒന്നങ്ങോട്ട് മിനുക്കി കൊടുക്കലുള്ളൂ കേട്ടോ. അടിച്ചു വാരലായാലും ശരി, തുടക്കലായാലും ശരി, ഒരു ഡീപ്പ് ക്ലീനിങ് ഇവിടെ പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല ഉഷാറായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ജനലിലുള്ള പൊടികളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒന്ന് തട്ടിക്കൊട്ടി സെറ്റാക്കി എടുത്ത്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കട്ടിലിൻ്റെ സൈഡിലൊക്കെ പറയാതിരിക്കണതാണ് ഭേദം. എന്തൊക്കെയാണ് ഉള്ളത് എന്ന് തന്നെ അറിയില്ല. അതൊക്കെ നമ്മൾ കട്ടിലൊക്കെ നീക്കി നല്ല ഉഷാറായിട്ട് തന്നെ അവിടെയും അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ കട്ടിലിൻ്റെ അടിയിലാണെങ്കിൽ ചപ്പും ചവറൊക്കെ നിറഞ്ഞിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും കാണൂല, എന്നാലും അങ്ങനെയല്ലല്ലോ, ഇതൊന്നും നമ്മൾ ആരും കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല ചെയ്യണത്. നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായി നിന്നാൽ നമുക്ക് തന്നെയാണ് അത് സമാധാനം. പക്ഷേ ഇത് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് നിന്നാൽ ആ നിൽക്കൽ അവിടെ അങ്ങോട്ട് നിൽക്കും. ബട്ട് ഇതൊന്നും ആരും പുറത്തുനിന്ന് വന്നിട്ട് നേരാക്കി തരില്ല, നമ്മളത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി സെറ്റായതുകൊണ്ട് ഇതൊക്കെ ഇവിടം വരെ എത്തി. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും അതൊക്കെ. അങ്ങനെ ആ റൂമത്തതും കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്ത്, പിന്നെ ഈ ഒരു മിറർ ഉണ്ടല്ലോ അതും നല്ലോണം തോത്തി തുടച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചാണ് തുടക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിഷു ഉണ്ട്, ഞാനത് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഓളുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും അവൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് റെഡിയാക്കൽ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ വിഷയം നോക്കലും വേറുള്ളതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ബുക്കൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഓളും ഇതൊക്കെ ഒന്നങ്ങോട്ട് റീസെറ്റ് ചെയ്തെടുക്കും. 2 റൂമും അടിച്ചുവാരലും പൊടി തട്ടലും എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഹാളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹാളും കൂടെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ സോഫ നീക്കിയിട്ട് അടിച്ചു വരലൊന്നുമില്ല, അതിനൊന്നും എനിക്ക് കഴിയൂല, അതായത് സമയം കിട്ടലില്ല, അതാണ് സത്യം. എനിക്ക് രാവിലെ തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ എന്തായാലും നീക്കിയിട്ട് ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ ആ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി റെഡിയാക്കി എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസം ഒന്നിങ്ങനെ ഓടിച്ച് ടച്ചപ്പ് ചെയ്ത് പോയാൽ മതി. ഇതൊന്നും ഒരാളെയും കാണിക്കാനും ബോധിപ്പിക്കാനും വേണ്ടിയിട്ടല്ല, വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ വീടാണ്, അത് നമുക്ക് തന്നെ ഇക്കാരം ഭയങ്കര സന്തോഷവും സമാധാനവും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടുക. കണ്ണ് തെറ്റിയാൽ നമ്മുടെ കുഞ്ഞിച്ചെറുക്കന് സ്റ്റെപ്പ് കയറി മോൾക്ക് പോകും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടിട്ടുള്ളത്. മഴ ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ഉണക്കാനിടൽ. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തുള്ള പൊടി തട്ടലൊന്നും നടന്നില്ല, അതായത് മാറാലൊന്നും നമ്മൾ തട്ടിയില്ല. ഇങ്ങനെ തുണികൾ ഉണക്കാട്ടൊക്കെയല്ലേ, അപ്പോൾ അത് പോസിബിൾ അല്ല. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പറയുമ്പോൾ ഇവിടെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലമാണ്, എന്നാലും അയിമലൊക്കെ ഉള്ള പൊടി അൺസഹിക്കബിൾ. എവിടുന്നാ അതൊക്കെ വരുന്നത് എന്ന് തന്നെ അറിയില്ല. തുടക്കാനുള്ള മാജിക് വാട്ടർ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ നിലം തുടക്കുന്നത്. അങ്ങനെ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം തന്നെ ഒന്ന് തുടക്കണുണ്ട്. അങ്ങനെ ഇന്നത്തെ റീസെറ്റ് ഡേ ദാ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ പുതിയൊരാഴ്ച തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. എല്ലായിടത്തും നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞു സന്തോഷം, അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇത്രയും നേരം നമ്മൾ ഇട്ട എഫേർട്ടിന് കിട്ടുന്ന ഒരു റിസൾട്ട്. എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിക്കോണമെന്നൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാം. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഒടുവിൽ വലിയ സന്തോഷങ്ങളായിട്ട് മാറുക. ഇന്നത്തെ ഈ ക്ലീനിങ് വീഡിയോ കുറച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകിയിരിക്കണമെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള ക്ലീനിങ്, ഹോം സെറ്റ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് എങ്ങനെയാണ് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ കുഞ്ഞു ചാനലിലൊരു വീഡിയോക്ക് 1 lakh വ്യൂസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്ലീനിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ക്ലീനിങ് തന്നെ ആയിട്ട് ഈ വീഡിയോ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. തട്ടലും കൊട്ടലും തുടക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി
ഇതാ ഈ സോഫ കവറും കൂടെ അങ്ങോട്ട് വിരിച്ചിടാം. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നിട്ടുള്ളത് ഈ സോഫ കവറിന്റെ ലിങ്ക് ചോദിച്ചിട്ടേനു കേട്ടോ. അപ്പൊ ചോദിച്ചവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ കരുതിയോലോടൊക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോളി. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എന്തായാലും മുതലാവും. ലൈക്കും ഹൈപ്പും കമന്റും ചെയ്യാനൊന്നും ആരും മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.